വെൽക്കം ടു ആദിസ് PSC ഓൺലൈൻ ക്ലാസ്. ഇന്ന് ജോഗ്രഫി പാർട്ടിലെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് ആൻഡ് പ്ലേറ്റ് ടെക്ടോണിക് തിയറീസ് ആണ് പഠിക്കുന്നത്. അപ്പം ഭൂഖണ്ഡ ചലന സിദ്ധാന്തം അല്ലെങ്കിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തം, അതേപോലെ ഫലക ചലന സിദ്ധാന്തം അല്ലെങ്കിൽ ഫലക വിവർത്തനിക സിദ്ധാന്തം, ഈ രണ്ട് സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. വൻകര വിസ്ഥാപന സിദ്ധാന്തം വൻകരകളുടെയും സമുദ്രങ്ങളുടെയും സ്ഥാനമാറ്റം, പരിണാമം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തങ്ങളാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തവും അതേപോലെ ഫലകചലന സിദ്ധാന്തവും. ഇതിൽ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. വൻകര വിസ്ഥാപനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആൻ്റോണിയോ സ്നിദർ പെല്ലിഗ്രിനിയാണ്. വൻകര വിസ്ഥാപനം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആൻ്റോണിയോ സ്നിദർ പെല്ലിഗ്രിനി. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നറാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ച ഭൗതിക ശാസ്ത്രജ്ഞനാര്? ആൽഫ്രഡ് വേഗ്നർ. 2016 HSA സോഷ്യൽ സയൻസിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ ഇത് രണ്ടാളുടെ പേരും മാറിപ്പോവരുത്. വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ആൻ്റോണിയോ സ്നിദർ പെല്ലിഗ്രിനി. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആൽഫ്രഡ് വേഗ്നറാണ്. വൻകര വിസ്ഥാപന സിദ്ധാന്തം വേഗ്നർ ആദ്യമായി അവതരിപ്പിച്ചത് 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ്. 1912 ഫ്രാങ്ക്ഫർട്ട് ഭൂവിജ്ഞാന സംഘടനയുടെ യോഗത്തിലാണ് വേഗ്നർ ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. വേഗ്നറുടെ സിദ്ധാന്തം അനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡമായിരുന്നു പാൻജിയ. അപ്പം വേഗ്നറുടെ സിദ്ധാന്തം അനുസരിച്ച് ലോകത്തിൽ ആദ്യം നിലനിന്നിരുന്ന ബൃഹത് ഭൂഖണ്ഡം പാൻജിയ. ഭൂമിയിൽ ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം ഒരു പ്രാചീന ബൃഹത് ഭൂഖണ്ഡത്തിൻ്റെ വിഘടന ഫലമായുണ്ടായ ഭൂഭാഗങ്ങൾ അകന്നു മാറി രൂപപ്പെട്ടതാണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം അല്ലെങ്കിൽ ഭൂഖണ്ഡ ചലന പരികൽപ്പന എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഭൂമിയിൽ ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളെല്ലാം ഒരു പ്രാചീന ബൃഹത് ഭൂഖണ്ഡത്തിൻ്റെ വിഘടന ഫലമായുണ്ടായ ഭൂഭാഗങ്ങൾ അകന്നു മാറി രൂപപ്പെട്ടതാണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം. ഭൂഖണ്ഡങ്ങൾ പിളർന്ന് വേർപെട്ട് അവ ആപേക്ഷികമായി ഭൂമിയുടെ ധ്രുവത്തിൽ നിന്നും വിസ്ഥാപനം സംഭവിച്ചാണ് ഇന്നത്തെ സ്ഥാനങ്ങളിൽ എത്തിയത് എന്നാണ് ഈ സിദ്ധാന്തത്തിൽ പറയുന്നത്. ഭൂഖണ്ഡ ചലനം എന്ന ആശയത്തിന് സൈദ്ധാന്തിക രൂപം നൽകുവാൻ വേഗ്നർ ആശ്രയിച്ച ഘടകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും 3 ഘടകങ്ങളാണ് പറയുന്നത്. വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ലഭ്യമായ ഫോസിലുകളുടെ സമാന സ്വഭാവം, ഭൂമുഖത്തുണ്ടായ ഹിമയുഗത്തിൻ്റെ സൂചനകൾ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന സമാന ശിലാപാളികൾ. അപ്പം ഭൂഖണ്ഡ ചലനം എന്ന ആശയത്തിന് സൈദ്ധാന്തിക രൂപം നൽകുവാൻ വേഗ്നർ ആശ്രയിച്ച ഘടകങ്ങളാണ് വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ലഭ്യമായ ഫോസിലുകളുടെ സമാന സ്വഭാവം, ഭൂമുഖത്തുണ്ടായ ഹിമയുഗത്തിൻ്റെ സൂചനകൾ, വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്ന സമാന ശിലാപാളികൾ. അപ്പോൾ ഇതിൽ പറയുന്നത് ഭൂഖണ്ഡങ്ങളെല്ലാം ഏകദേശം 225 ദശലക്ഷം കൊല്ലങ്ങൾക്ക് മുമ്പ് ഒന്നായിരുന്നു എന്ന് വേഗ്നർ അനുമാനിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഒന്നായ ഭൂമി എന്നർത്ഥം വരുന്ന ആ ബൃഹത് വൻകര അറിയപ്പെട്ടിരുന്നത് പാൻജിയ എന്നായിരുന്നു. പാൻ എന്നാൽ മുഴുവൻ എന്നാണ് അർത്ഥം. ഒന്നായ ഭൂമി എന്ന അർത്ഥം വരുന്ന ബൃഹത്തായ വൻകരയായിരുന്നു പാൻജിയ. പാൻജിയയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന അതിവിസ്തൃതമായ സമുദ്രമായിരുന്നു പന്തലാസ എന്നറിയപ്പെട്ടിരുന്നത്. അപ്പം ഒരൊറ്റ ഭൂഖണ്ഡമായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. അതെന്താണ്? പാൻജിയ എന്നറിയപ്പെട്ടു. ആ ഒരു പാൻജിയയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന അതിവിസ്തൃതമായ സമുദ്രമായിരുന്നു പന്തലാസ. അപ്പം ഏകദേശം 200 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ പാൻജിയ പിളർന്ന് 2 വലിയ വൻകരകളായി അകന്നു മാറാൻ ആരംഭിച്ചു. അപ്പം ഈ ഒരു വൻകര 2 ഭാഗങ്ങളായിട്ട് പിളർന്നു മാറാൻ തുടങ്ങി.
അപ്പോൾ കാലാന്തരത്തിൽ ഈ വൻകരകൾ ഓരോന്നും പരസ്പരം അകന്നു മാറിയതോടൊപ്പം വീണ്ടും പിളരുകയും അവയുടെ ഭാഗങ്ങൾ വിവിധ ദിശകളിലേക്ക് സ്ഥാനചലനത്തിന് വിധേയമാകുകയും ചെയ്തു. വൻകരകൾ ഇന്നു കാണുന്ന സ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിൽ ചലനം സംഭവിച്ചെത്തിയതാണെന്നാണ് വേഗ്നർ പറയുന്നത്. അപ്പം പാൻജിയ വൻകര പിളർന്നു മാറിയ വടക്കൻ ഭാഗം അറിയപ്പെട്ടത് ലൗറേഷ്യ എന്നാണ്. അപ്പോൾ പാൻജിയ എന്ന ഭൂഖണ്ഡം രണ്ടായിട്ട് പിളർന്നു. ഇതിൻ്റെ വടക്കൻ ഭാഗം ലൗറേഷ്യ എന്നറിയപ്പെട്ടു. പാൻജിയ എന്ന വൻകര പിളർന്നു മാറിയ തെക്കൻ ഭാഗം അറിയപ്പെട്ടിരുന്നത് ഗോണ്ട്വാനലാൻഡ് എന്നായിരുന്നു. അപ്പം പാൻജിയ എന്ന ബൃഹത് ഭൂഖണ്ഡം ലൗറേഷ്യ എന്നും ഗോണ്ട്വാനലാൻഡ് എന്നും രണ്ടായിട്ട് പിളർന്നു. തുടർന്ന് ഇവ പലതായി പിളരുകയും ഇന്ന് കാണുന്ന വൻകരകളായി പരിണമിക്കുകയും ചെയ്തു. ഇതാണ് വൻകരാ വിസ്ഥാപന സിദ്ധാന്തത്തിൽ പറയുന്നത്. ഇനി ഇതിൽ പറയുന്നത് ഭൂഖണ്ഡ ചലനത്തിൻ്റെ തെളിവുകളാണ്. അതായത് ഭൂഖണ്ഡ ചലനത്തിൻ്റെ തെളിവുകൾ എന്ന് പറയുന്നത് ഭൂഖണ്ഡ ചലനത്തെ വൻകര വിസ്ഥാപന സിദ്ധാന്തത്തെ പിന്തുണയ്ക്കുന്ന തെളിവുകൾ എന്ന് പറയുന്നത് ഫസ്റ്റ് വണ്ണ് ഭൂഖണ്ഡ അല്ലെങ്കിൽ വൻകരകളുടെ അതിരുകളുടെ ചേർച്ചയാണ്. ഭൂഖണ്ഡങ്ങളുടെ അതിരുകളുടെ ചേർച്ച, ശിലാപാളികളുടെയും ശിലാഘടനാ സവിശേഷതകളുടെയും സമാനത, പുരാതന കാലാവസ്ഥാ തെളിവുകൾ, ഫോസിൽ സംബന്ധമായ തെളിവുകൾ. ഇങ്ങനെ 4 തെളിവുകളാണ് ഇങ്ങനെയാണ് വൻകരകൾ രൂപപ്പെട്ടത് എന്നതിന് കാരണമായിട്ട് വേഗ്നർ പറയുന്നത്. അതായത് ഭൂഖണ്ഡ അതിരുകളുടെ ചേർച്ച, ശിലാപാളികളുടെയും ശിലാഘടനാ സവിശേഷതകളുടെയും സമാനത, പുരാതന കാലാവസ്ഥാ തെളിവുകൾ, ഫോസിൽ സംബന്ധമായ തെളിവുകൾ. ഇത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത് എന്താണ്? ഭൂഖണ്ഡ അതിരുകളുടെ ചേർച്ച. അപ്പോൾ ഇതിൽ പറയുന്നത് വൻകരകളുടെ അതിരുകളുടെ ചേർച്ച അല്ലെങ്കിൽ ഈർച്ചവാൾ ചേർച്ച എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും തീരങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടെന്ന് കണ്ടെത്തി. അപ്പം തെക്കേ അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും കടൽ തീരങ്ങൾ തമ്മിലുള്ള പൊരുത്തം 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രദ്ധിച്ചിരുന്ന ബെൽജിയൻ ഭൂപട നിർമ്മാതാവായിരുന്നു എബ്രഹാം ഓർട്ടേലിയസ്. അപ്പം തെക്കേ അമേരിക്കയുടെയും ആഫ്രിക്കയുടെയും കടൽ തീരങ്ങൾ തമ്മിലുള്ള പൊരുത്തം 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ശ്രദ്ധിച്ചിരുന്ന ബെൽജിയൻ ഭൂപട നിർമ്മാതാവാണ് എബ്രഹാം ഓർട്ടേലിയസ്. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ വൻകരകളെ ചേർത്ത് വെച്ച് ഭൂപടം തയ്യാറാക്കിയ വ്യക്തി അന്റോണിയോ പെല്ലിഗ്രിനി. വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ് എന്നീ വൻകരകളെ ചേർത്ത് വെച്ച് ഭൂപടം തയ്യാറാക്കിയ വ്യക്തിയാണ് അന്റോണിയോ പെല്ലിഗ്രിനി. കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെ സഹായത്തോടെ ആഫ്രിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും അതിരുകൾ ചേർത്തുകൊണ്ട് ഭൂപടം തയ്യാറാക്കിയ ശാസ്ത്രജ്ഞനാണ് ബുള്ളാർഡ് 1964. അടുത്തൊരു സവിശേഷതയായിട്ട് പറയുന്നത്, അതായത് ഭൂഖണ്ഡ ചലനത്തിൻ്റെ തെളിവുകളായിട്ട് പറയുന്നത് ശിലാശ്രേണികളുടെയും ശിലാഘടനാ സവിശേഷതകളുടെയും സമാനത എന്നതാണ്. ഇതിൽ പറയുന്നത് ശിലാഖണ്ഡങ്ങൾ, ഫോൾഡുകൾ, ഭ്രംശനങ്ങൾ പോലെയുള്ള ശിലാഘടനാ രൂപങ്ങൾ, ഒരേ പ്രായത്തിലുള്ള ശിലാമണ്ഡലങ്ങൾ എന്നീ സമാനത സമുദ്രങ്ങളാൽ വേർപെട്ട് കിടക്കുന്ന വിവിധ ഭൂഖണ്ഡങ്ങളിൽ കാണപ്പെടുന്നു. ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നത് പർവ്വത മേഖലകളുടെ വിന്യാസക്രമമാണ്. വടക്കൻ അമേരിക്കയിലെ അപ്പലേച്ചിയൻ പർവ്വതനിര കിഴക്കൻ കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ വെച്ച് അപ്രത്യക്ഷമാവുകയാണ് ചെയ്യുന്നത്. വളരെ സമാനത പുലർത്തുന്നതും തത്തുല്യ പഴക്കമുള്ള ശിലകളടങ്ങിയതുമായ ഒരു പർവ്വതനിര ഇതിൻ്റെ തുടർച്ചയെന്നോണം കിഴക്കൻ ഗ്രീൻലാൻഡ്, അയർലാൻഡ്, ഗ്രേറ്റ് ബ്രിട്ടൻ, നോർവേ എന്നിവിടങ്ങളിൽ പ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട്. ഈ കരഭാഗങ്ങളെല്ലാം ചേർത്ത് വെച്ചാൽ പർവ്വതങ്ങളെല്ലാം കൂടി നീണ്ട ഒരൊറ്റ നിരയായി നിലകൊള്ളുന്നു എന്ന് കൊണ്ടതാണ് എന്ന് മനസ്സിലാക്കാം. ഇതാണ് പറയുന്നത് ശിലാശ്രേണികളുടെയും ശിലാഘടനാ സവിശേഷതകളുടെയും സമാനത. തെക്കേ അമേരിക്കയുടെയും പടിഞ്ഞാറേ ആഫ്രിക്കയുടെയും തീരത്ത് ഏതു കാലഘട്ടത്തിലെ സമുദ്ര നിക്ഷേപങ്ങളാണ് കണ്ടെത്തിയത്? ജുറാസിക് കാലഘട്ടത്തിലെ. അപ്പോൾ തെക്കേ അമേരിക്കയുടെയും പടിഞ്ഞാറേ ആഫ്രിക്കയുടെയും തീരത്ത് ജുറാസിക് കാലഘട്ടത്തിലെ സമുദ്ര നിക്ഷേപങ്ങളാണ് കണ്ടെത്തിയത്. അടുത്തതായിട്ട് പുരാതന കാലാവസ്ഥാ തെളിവുകൾ. സവിശേഷമായ ഓരോ കാലാവസ്ഥകളിലും രൂപം കൊള്ളുന്ന ശിലാനിക്ഷേപങ്ങൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു.
സവിശേഷമായ ഓരോ കാലാവസ്ഥകളിലും രൂപം കൊള്ളുന്ന ശിലാനിക്ഷേപങ്ങൾ ഇന്ന് തികച്ചും വ്യത്യസ്തമായ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. ഇതിനുദാഹരണമായിട്ട് പറയുന്നത് പാലിയോസോയിക് കാലഘട്ടത്തിലുണ്ടായ ഹിമാനികൾ നിക്ഷേപിച്ച അവസാദ ശിലാസ്തരങ്ങളുടെ സമാനതയാണ് ഇത്തരത്തിലുള്ള തെളിവ് നൽകുന്നത്. പാലിയോസോയിക് കാലഘട്ടത്തിലുണ്ടായ ഹിമാനികൾ നിക്ഷേപിച്ച അവസാദ ശിലാസ്തരങ്ങളുടെ സമാനത ഇത്തരത്തിലുള്ള തെളിവ് നൽകുന്നതാണ്. പാലിയോസോയിക് കാലത്തെ ഹിമാനി നിക്ഷേപങ്ങൾ കാണപ്പെടുന്ന പ്രദേശങ്ങളാണ് തെക്കേ അമേരിക്ക, ആഫ്രിക്ക, അന്റാർട്ടിക്ക, ഓസ്ട്രേലിയ, ഇന്ത്യൻ ഉപദ്വീപ് എന്നിവ. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടേണ്ട കൽക്കരി അവശിഷ്ടങ്ങൾ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും കാണപ്പെടുന്നത് ഈ ഭൂഖണ്ഡങ്ങളിൽ പണ്ട് ഭൂമധ്യരേഖാ പ്രദേശത്തുണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ്. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടേണ്ട കൽക്കരി അവശിഷ്ടങ്ങൾ വടക്കേ അമേരിക്കയിലും യൂറോപ്പിലും കാണപ്പെടുന്നത് ഈ ഭൂഖണ്ഡങ്ങൾ പണ്ട് ഭൂമധ്യരേഖാ പ്രദേശത്തടുത്തായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ്. ഹിമാനികൾ നീങ്ങുമ്പോൾ അവ പലതരം ശിലാശലകങ്ങൾ വഹിച്ചുകൊണ്ട് വന്ന് നിക്ഷേപിക്കും. ഇതിൽ നിന്നുണ്ടാകുന്ന നിക്ഷേപങ്ങൾ അറിയപ്പെടുന്നത് ടില്ലറ്റുകൾ എന്നാണ്. ടില്ലറ്റുകൾ എന്താണ് ടില്ലറ്റുകൾ? ഹിമാനികൾ നീങ്ങുമ്പോൾ അവ പലതരം ശിലാശകലങ്ങൾ വഹിച്ചുകൊണ്ടുവന്ന് നിക്ഷേപിക്കും. ഇതിൽ നിന്നുണ്ടാകുന്ന നിക്ഷേപങ്ങളാണ് ടില്ലറ്റുകൾ എന്നറിയപ്പെടുന്നത്. ടില്ലറ്റുകൾ ഹിമാനികൾ ശിലോപരിതലത്തിൽ ഉരസി കാർന്നു നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളാണ് സ്ട്രയേഷനുകൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സ്ട്രയേഷനുകൾ? ടില്ലറ്റുകൾ, ഹിമാനികൾ എന്നിവ ശിലോപരിതലത്തിൽ ഉരസി കാർന്നു നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന അടയാളങ്ങളെ സ്ട്രയേഷനുകൾ എന്ന് പറയുന്നു. ഹിമാനികൾ ഒഴുകി നീങ്ങിയതിൻ്റെ ദിശ നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഇത്തരത്തിലുള്ള സ്ട്രയേഷനുകൾ. ഹിമാനികൾ ഒഴുകി നീങ്ങിയതിൻ്റെ ദിശ നിർണ്ണയിക്കാൻ സഹായകമാകുന്ന ഘടകമാണ് സ്ട്രയേഷനുകൾ. അടുത്തത് ഫോസിൽ സംബന്ധമായ തെളിവുകൾ. പ്രാചീന ജന്തുക്കളുടെയും സസ്യജാലങ്ങളുടെയും അവശിഷ്ടങ്ങളും തെളിവുകളുമാണ് ഫോസിലുകൾ. അപ്പോൾ സമാനമായ ജീവിവർഗങ്ങളുടെ ഫോസിലുകൾ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വിന്യസിക്കപ്പെട്ട് കിടക്കുന്നത് വൻകരകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതാണ് ഫോസിൽ സംബന്ധമായ തെളിവുകൾ. സമാനമായ ജീവിവർഗങ്ങളുടെ ഫോസിലുകൾ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വിന്യസിക്കപ്പെട്ട് കിടക്കുന്നത് വൻകരകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുദാഹരണമായിട്ട് പറയുന്നത് യൂറോപ്പ്, മഡഗാസ്കർ, വടക്കേ അമേരിക്ക, ഇന്ത്യ തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിൽ നിന്നും സമാനമായ ഫോസിൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പം വൻകരാ വിസ്ഥാപനത്തിന് തെളിവേകുന്ന സുപ്രധാനമായിട്ടുള്ള വസ്തുതയാണ് ഒരേ ജനുസിൽപ്പെട്ട ഫോസിൽ വളരെ ദൂരത്തിൽ അകന്നു കിടക്കുന്ന വൻകരകളിൽ കാണപ്പെട്ടത്. അപ്പോൾ ഇത്രയുമാണ് വൻകരാ വിസ്ഥാപന സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കുന്നത്. അടുത്തതായിട്ട് ഫലകചലന സിദ്ധാന്തം അതല്ലെങ്കിൽ ഫലക വിവർത്തനികം അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഫലക വിവർത്തനികം അല്ലെങ്കിൽ പ്ലേറ്റ് ടെക്ടോണിക്സ്. അപ്പം ടെക്ടോണിക്സ് എന്ന പദത്തിൻ്റെ അർത്ഥം നിർമ്മാണം എന്നാണ്. 1960കളുടെ അവസാനത്തോടെ ഒരു കൂട്ടം അമേരിക്കൻ ശാസ്ത്രകാരന്മാരും പര്യവേഷകരും ചേർന്ന് രൂപപ്പെടുത്തിയ ആശയങ്ങളാണ് ഫലക വിവർത്തനിക സിദ്ധാന്തമായി രൂപപ്പെട്ടത്. 1967 ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞരാണ് മക്കൻസി, പാർക്കർ, മോർഗൻ എന്നിവർ. 1967 ഫലകചലന സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞരാണ് മക്കൻസി, പാർക്കർ, മോർഗൻ എന്നിവർ. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാമണ്ഡലത്തിൻ്റെ കനത്ത ശിലാപാളികൾ ഉൾപ്പെടുന്ന ക്രമരഹിതവും ബൃഹത്തായതുമായ ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ടെക്ടോണിക് ഫലകങ്ങൾ അല്ലെങ്കിൽ ശിലാമണ്ഡല ഫലകങ്ങൾ. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാമണ്ഡലത്തിൻ്റെ കനത്ത ശിലാപാളികൾ ഉൾപ്പെടുന്ന ക്രമരഹിതവും ബൃഹത്തായതുമായ ഭൂഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ടെക്ടോണിക് ഫലകങ്ങൾ. ഫലക വിവർത്തനിക സിദ്ധാന്തപ്രകാരം ഭൂമിയുടെ ഉപരിതലം ഒട്ടനവധി ചെറുതും വലുതുമായ ഫലകങ്ങളാൽ നിർമ്മിതമാണ്. ഫലക വിവർത്തനിക സിദ്ധാന്തപ്രകാരം ഭൂമിയുടെ ഉപരിതലം ഒട്ടനവധി ചെറുതും വലുതുമായ ഫലകങ്ങളാൽ നിർമ്മിതമാണ്.
ഓരോ ഫലകവും ആപേക്ഷികമായി ചലിക്കുകയും ഫലക അതിരുകളിൽ വ്യത്യസ്ത പ്രതിഭാസങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വതങ്ങൾ, പർവ്വതങ്ങൾ തുടങ്ങിയ പ്രതിഭാസങ്ങളെയെല്ലാം വിശദീകരിക്കുവാൻ ഈ സിദ്ധാന്തത്തിന് കഴിയുന്നു. അപ്പം ഈ ഒരു സിദ്ധാന്തത്തിൽ ഫലകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ വലിയ ഫലകങ്ങളും ചെറിയ ഫലകങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ഭൂമിയുടെ ഉപരിതലം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് വൻഫലകങ്ങൾ, കുറേ വൻഫലകങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്, ചെറിയ ഫലകങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൽ വൻഫലകങ്ങളാണ് അന്റാർട്ടിക്കയും അതിനു ചുറ്റുമുള്ള സമുദ്രവും ഉൾപ്പെടുന്ന സമുദ്രഫലകം. അന്റാർട്ടിക്കയും അതിനു ചുറ്റുമുള്ള സമുദ്രവും ഉൾപ്പെടുന്ന സമുദ്രഫലകം. വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, പസഫിക് ഫലകം, ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഫലകം, ആഫ്രിക്കയും കിഴക്കൻ അറ്റ്ലാന്റിക് അടിത്തട്ടും ഉൾപ്പെടുന്ന ഫലകം, യൂറേഷ്യ ഉൾപ്പെടുന്ന സമുദ്ര ഫലകം. ഇവയാണ് വൻഫലകങ്ങൾ. അപ്പോൾ എക്സാമിന് ചോദിക്കാം വൻഫലകങ്ങൾക്ക് ഉദാഹരണം ഏത്, അതല്ലെങ്കിൽ ചെറു ഫലകങ്ങൾ ഏത് എന്നുള്ളത്. അപ്പം വൻഫലകങ്ങൾക്ക് ഉദാഹരണമാണ് അന്റാർട്ടിക്കയും അതിനു ചുറ്റുമുള്ള സമുദ്രവും ഉൾപ്പെടുന്ന സമുദ്രഫലകം, വടക്കേ അമേരിക്കൻ ഫലകം, തെക്കേ അമേരിക്കൻ ഫലകം, പസഫിക് ഫലകം, ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഫലകം, ആഫ്രിക്കയും കിഴക്കൻ അറ്റ്ലാന്റിക് അടിത്തട്ടും ഉൾപ്പെടുന്ന ഫലകം, യൂറേഷ്യ ഉൾപ്പെടുന്ന സമുദ്രഫലകം. അടുത്തതായിട്ട് ചെറുഫലകങ്ങൾ. കോക്കസ് ഫലകം മധ്യ അമേരിക്കയ്ക്കും പസഫിക് ഫലകത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന കോക്കസ് ഫലകം ചെറുഫലകത്തിന് ഉദാഹരണമാണ്. നാസ്ക ഫലകം തെക്കേ അമേരിക്കയും പസഫിക് ഫലകത്തിനുമിടയിൽ. അറേബ്യൻ ഫലകം മിക്ക സൗദി അറേബ്യൻ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന അറേബ്യൻ ഫലകം. ഫിലിപ്പൈൻ ഫലകം യൂറേഷ്യൻ ഫലകത്തിനും പസഫിക് ഫലകത്തിനുമിടയിലുള്ള ഫിലിപ്പൈൻ ഫലകം. കരോലിൻ ഫലകം ഫിലിപ്പൈൻ ഫലകത്തിനും ഇന്ത്യൻ ഫലകത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന കരോലിൻ ഫലകം. ഫ്യൂജി ഫലകം ഓസ്ട്രേലിയയ്ക്ക് വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ഫ്യൂജി ഫലകം. ഇവയെല്ലാം ചെറിയ ഫലകങ്ങൾക്ക് ഉദാഹരണമാണ്. ഒന്നുകൂടെ നോക്കാം. കോക്കസ് ഫലകം, നാസ്ക ഫലകം, അറേബ്യൻ ഫലകം, ഫിലിപ്പൈൻ ഫലകം, കരോലിൻ ഫലകം, ഫ്യൂജി ഫലകം. അടുത്തതായിട്ട് ഫലകചലനം, പ്ലേറ്റ് മോഷൻ. മാൻഡിലിലെ ചൂട് കൂടിയതും സാന്ദ്രത കുറഞ്ഞതുമായ ശിലാപദാർത്ഥങ്ങൾ മുകളിലെ സാന്ദ്രത കൂടിയ തണുത്ത ശിലാപദാർത്ഥങ്ങൾ താഴേക്കുമായി പ്രവഹിച്ച് സംവഹനം നടക്കുന്നു. വളരെ കുറഞ്ഞ വേഗതയിലുള്ള ഈ പ്രവാഹം ലിത്തോസ്ഫിയറിലേക്ക് ബലം ചെലുത്തപ്പെട്ട് ലിത്തോസ്ഫെറിക് ഫലകങ്ങളെ ചലിപ്പിക്കാൻ കാരണമാകുന്നു. ഇതാണ് ഫലകചലനം. ഫലകസീമകൾ ശിലാമണ്ഡല ഫലകങ്ങളുടെ വിവിധ തരം ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഫലകസീമകളെക്കുറിച്ച് പഠിക്കാം. ഇതിൽ പ്രധാനമായിട്ടും 3 ഫലകസീമകളെക്കുറിച്ചാണ് പഠിക്കുന്നത്. സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. സംയോജക സീമകൾ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതിനെ അറിയപ്പെടുന്നതാണ് സംയോജക സീമ എന്നത്. ഫലകങ്ങൾ പരസ്പരം അടുത്തു വരുന്നതിനെ സംയോജക സീമ എന്ന് പറയുന്നു. സംയോജക സീമകളിലാണ് മടക്ക് പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. സംയോജക സീമകളിലാണ് മടക്ക് പർവ്വതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ഇവിടെ ഫലകങ്ങൾ പരസ്പരം അടുത്തു വരികയാണ് ചെയ്യുന്നത്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. വലനം, ഫോൾഡിംഗ്. ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വത നിരകളാണ് മടക്ക് പർവ്വത നിരകൾ. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊള്ളുന്ന പർവ്വത നിരകളാണ് മടക്ക് പർവ്വത നിരകൾ. ഇതിന് ഉദാഹരണങ്ങളാണ് ഹിമാലയം, റോക്കീസ്, ആൻഡീസ്, ആൽപ്സ് എന്നിവ. ഹിമാലയം, റോക്കീസ്, ആൻഡീസ്, ആൽപ്സ് എന്നിവ മടക്ക് പർവ്വത നിരകളാണ്. ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്ക് പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം. ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിലായി രൂപം കൊണ്ട മടക്കു പർവ്വത നിരയാണ് ഹിമാലയ പർവ്വതം.
സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രതാ വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു. ഈ മേഖലകളാണ് നിമഞ്ജന മേഖലകൾ എന്നറിയപ്പെടുന്നത്. നിമഞ്ജന മേഖലകൾ അല്ലെങ്കിൽ സബ്ഡക്ഷൻ സോൺസ്. സംയോജക സീമകളിൽ ഫലകങ്ങൾ തമ്മിൽ സാന്ദ്രതയിൽ വ്യത്യാസമുണ്ടെങ്കിൽ സാന്ദ്രത കൂടിയ ഫലകം സാന്ദ്രത കുറഞ്ഞ ഫലകത്തിനടിയിലേക്ക് ആണ്ടുപോകുന്നു. ഇതിനെ നിമഞ്ജന മേഖലകൾ എന്ന് പറയുന്നു. സമുദ്രാന്തർഗർത്തങ്ങൾ രൂപപ്പെടുന്ന മേഖലയാണ് നിമഞ്ജന മേഖല. സമുദ്രാന്തർഗർത്തങ്ങൾ രൂപപ്പെടുന്ന മേഖല നിമഞ്ജന മേഖല. ഉദാഹരണമാണ് ചാലഞ്ചർ ഗർത്തം, പസഫിക് സമുദ്രത്തിലെ ചാലഞ്ചർ ഗർത്തം. അടുത്തത് വിയോജക സീമകൾ. ഫലകങ്ങൾ പരസ്പരം അകലുന്നതിനെ അറിയപ്പെടുന്നതാണ് വിയോജക സീമ എന്നത്. ആഫ്രിക്കൻ ഫലകത്തിൻ്റെയും തെക്കേ അമേരിക്കൻ ഫലകത്തിൻ്റെയും വിയോജക ഫലമായി രൂപം കൊണ്ട പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ആഫ്രിക്കൻ ഫലകത്തിൻ്റെയും തെക്കേ അമേരിക്കൻ ഫലകത്തിൻ്റെയും വിയോജക ഫലമായി രൂപം കൊണ്ട പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്കുവടക്ക് ദിശയിൽ രൂപം കൊണ്ടിട്ടുള്ള പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഏകദേശം 14,000 കിലോമീറ്റർ നീളത്തിൽ തെക്കുവടക്കു ദിശയിൽ രൂപം കൊണ്ടിട്ടുള്ള പർവ്വതനിരയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വതനിര. ഫലകങ്ങൾ പരസ്പരം അകലുന്നതിൻ്റെ ഫലമായി ഇവയ്ക്കിടയിൽ മാഗ്മ പുറത്തേക്ക് വരികയും തണുത്തുറഞ്ഞ് പർവ്വതങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്ന പർവ്വതനിരകൾ അറിയപ്പെടുന്നത് സമുദ്രാന്തർ പർവ്വതനിരകൾ എന്നാണ്. ഫലകങ്ങൾ പരസ്പരം അകലുന്നതിൻ്റെ ഫലമായി ഇവയ്ക്കിടയിലൂടെ മാഗ്മ പുറത്തേക്ക് വരികയും തണുത്തുറഞ്ഞ് പർവ്വതങ്ങളായി രൂപപ്പെടുകയും ചെയ്യുന്ന പർവ്വതനിരകളാണ് സമുദ്രാന്തർ പർവ്വതനിരകൾ. അടുത്തത് ഛേദക സീമ. ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്നതിനെ അറിയപ്പെടുന്നതാണ് ഛേദക സീമ. ഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്നതിനെ അറിയപ്പെടുന്നതാണ് ഛേദക സീമ. ഛേദക ഫലക സീമകൾ ഭ്രംശമേഖലകളാണ്. ഛേദക ഫലക സീമകൾ ഭ്രംശമേഖലകളാണ്. ഛേദക ഫലക സീമകളിൽ പൊതുവെ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാറില്ല. ഛേദക സീമയ്ക്ക് ഉദാഹരണമാണ് വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല. ഛേദക സീമയ്ക്ക് ഉദാഹരണമാണ് വടക്കേ അമേരിക്കയിലെ സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല. ശിലാഫലകങ്ങൾ പരസ്പരം ഉരസി നീങ്ങുന്നതിൻ്റെ ഫലമായി രൂപം കൊണ്ട ഭ്രംശമേഖലയാണ് സാൻ ആൻഡ്രിയാസ് ഭ്രംശമേഖല. അപ്പം ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.